നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗായത്രി, അതെടി, ഞാൻ തന്നെയാണ് നിന്നെ കൊന്നത്. സ്വത്തും വകകളും ഒക്കെ സ്വന്തമാക്കാൻ വേണ്ടി തന്നെയാടി നിന്നെ ഞാൻ കൊന്നത്. കൊന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നേടി. നിന്റെ ഭർത്താവിനെ ഞാൻ നേടി. ഈ ബംഗ്ലാവ് ഇതും ഞാൻ നേടി. എടി, ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ സ്വന്തമാക്കിടി. എടി, നിന്റെ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ നേടിയടി. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഇവിടെ നേടിയതൊക്കെ എന്റെ വിജയമായിരുന്നടി. എടി, നീ എന്താ പറഞ്ഞത്? നിന്റെ മകനെയും മരുമകളെയും കൊല്ലാൻ ശ്രമിച്ച എന്നെ നീ കൊല്ലുവന്നോ? ചത്ത് മണ്ണടിഞ്ഞ ആത്മാവായിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ എങ്ങനെയാടി എന്നെ എന്ത് ചെയ്യാനടി നീ? ഗായത്രി, പ്രഭാവതിയെ കൊല്ലാൻ നിനക്ക് സാധിക്കില്ല ഗായത്രി. നിനക്കെന്നല്ല, ഈ ഭൂമിയില് ആർക്കും സാധിക്കില്ലടി. എന്നെ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലടി നീ എന്നെ. വാടാ ഇങ്ങോട്ട്. എന്താ പ്രശ്നം? അളിയനോ? രണ്ടിനെ പിടിച്ച് വണ്ടി കയറ്റി വാടാ ഇങ്ങോട്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ പിടികൂടുന്നേ? ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാ? നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാടി. എന്റെ സഹോദരിയെ കൊല്ലാൻ വേണ്ടി ദേ ഈ നിൽക്കുന്നവന് പ്രേരണ നൽകിയത് നീയാണ്. നിനക്ക് വേണ്ടിയാ ഇവനെന്റെ പെങ്ങളെ ഇല്ലാതാക്കിയത്. അന്നു മുതൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങൾ നിന്റെ പേരിലുണ്ട്. ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡിസ്റ്റിലറിൽ ഉണ്ടാക്കുന്ന മദ്യത്തിന് വീര്യം കൂട്ടാൻ വേണ്ടി ആൽക്കഹോൾ കലർത്താൻ നിർദ്ദേശം നൽകിയത് നീയല്ലേ? അത് നീയാണ്. ഡിസ്റ്റിലറിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നും അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗുണ്ടകളെ ഉപയോഗിച്ച് പാർവതിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലും നീ തന്നെയാണ്. ആ ഗുണ്ടകളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ മൊഴികളിൽ നിന്നും അതും വ്യക്തമായിട്ടുണ്ട്. ഇനി ബാക്കി കഥകളൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് വിശദീകരിക്കാം. അതുകൊണ്ട് കൂടുതൽ അട്ടഹാസമൊന്നും കാണിക്കാതെ കൂടെ വരാൻ നോക്കും. ഇവരെ പിടിച്ചിറക്ക്. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? നടക്കണേ അങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.